കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രം ഉപയോഗിച്ചതിൽ വിവാദം. പോസ്റ്റർ വ്യാജമാണെന്ന് JDS സംസ്ഥാന ഘടകം വിശദീകരിച്ചു. DGPക്ക് പരാതി നൽകി. BJP ബന്ധത്തെ ചൊല്ലി കേരളത്തിൽ LDFും UDFും കൊമ്പുകോർക്കുന്നതിനിടെയാണ് പോസ്റ്റർ വിവാദമായത്. കേരളത്തിൽ LDFിനൊപ്പമാണ് JDS. ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവർത്തിച്ചു. ചിത്രം ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും വ്യക്തമാക്കി. കർണാടകത്തിൽ BJPയുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിനി ഒരു പ്രത്യേക ചർച്ചയാവുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു BJP സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. പോസ്റ്റർ വ്യാജമാണെന്ന് JDS സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലുള്ള ഒരാളാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. ഇയാൾക്കെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. പ്രചരിക്കുന്ന പോസ്റ്ററുമായി ബന്ധമില്ല എന്ന് കർണാടക JDSും BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് JDSന്റെ നിഗമനം. ശ്യാംകുമാർ, 24, ആലത്തൂർ.